വന്നിരിക്കുന്നത് ആ ഡിമാൻഡ് അംഗീകരിച്ച് ഉത്തരവായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളുടെ ആത്മധൈര്യം കാണിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മന്ത്രിക്കോ ഇവിടുത്തെ CIT എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളി യൂണിയൻ എന്ന് അവകാശപ്പെടുന്ന ഇയാൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ നഗ്ന സത്യമാണ്. ഈ പീഡനത്തിനൊന്നും ഞങ്ങൾ പുല്ലുവിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് തെറിക്കുത്തരം മുറിപ്പത്തലായി ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ആശമാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഏത് ഡിമാൻഡുമായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് ആ ഡിമാൻഡ് അംഗീകരിച്ച് ഉത്തരവായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളുടെ ആത്മധൈര്യം കാണിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മന്ത്രിക്കോ ഇവിടുത്തെ CIT എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളി യൂണിയൻ എന്ന് അവകാശപ്പെടുന്ന ഇയാൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ നഗ്ന സത്യമാണ്. അത് നമ്മൾ ആശാവർക്കർമാർ മനസ്സിലാക്കണം. നമ്മളെ പലതരത്തിൽ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിൽ അവരവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പീഡനത്തിനൊന്നും ഞങ്ങൾ പുല്ലുവിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് തെറിക്കുത്തരം മുറിപ്പത്തലായി ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ആശമാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടല്ലോ ഇന്നലെ ഞങ്ങൾ ആരും ഇവിടെ കരഞ്ഞു കലങ്ങിയില്ല, ഞങ്ങൾ ആരും ഇവിടെ തളർന്നില്ല, ഞങ്ങളുടെ കാലിന്റെ മുട്ടുകൾ വിറച്ചില്ല, ഞങ്ങളുടെ കൈകൾ ഉയരത്തിൽ തന്നെയായിരുന്നു. ഉയർന്ന സ്വരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി മന്ത്രിയുടെ തീരുമാനത്തെ ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാർ നട്ടല്ലുള്ളവരായതുകൊണ്ടാണ്, അവർക്ക് യാതൊരു തരത്തിലും യാതൊരു സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്തവരായതുകൊണ്ടാണ് അവർ തെരുവിലേക്ക് ഇറങ്ങി നല്ല മനസ്സുള്ളവരുടെ മുൻപിൽ പാട്ടപ്പിരിവ് നടത്തുന്നത്. അല്ലാതെ ഈ കരിമണൽ കർത്താവ് പോലെയുള്ള ആൾക്കാരുടെ മുൻപിൽ പോയി ലക്ഷങ്ങളും പതിനായിരങ്ങളും കോടികളും മേടിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നല്ല മനസ്സുള്ളവരുടെ മുൻപിൽ പാട്ടപ്പിരിവ് നടത്തുന്നത് ഞങ്ങൾ അഭിമാനമായി കണക്കാക്കുന്നു. ശരിയാ, അവര് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ. ഞങ്ങൾ ഒരിക്കലും അവരെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. ശരിയാണ്, സുസി എന്ന് പറയുന്ന സംഘടന എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടി തീവ്രമായി വാദിക്കുന്ന തീവ്രവാദികളായ സുസി സംഘടനകളാണെന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. സുസി സംഘടന ഞങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ സമക്ഷത്ത് ചർച്ചയ്ക്കായിരിക്കുമ്പോൾ ആദ്യം ചോദിച്ചൊരു വാക്കുണ്ട്, സുസി സംഘടനയല്ലേ? ഞാനപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേ തന്നെ തിരുത്തി അവിടെ പറഞ്ഞു, അല്ല, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആണ്, അതിന്റെ സംസ്ഥാന ഭാരവാഹികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്കൊന്ന് മനസ്സിലായി, ഇവിടെ എന്താണ് വിലങ്ങനടിയായിട്ട് നിൽക്കുന്നത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. വേണ്ട, ഞങ്ങളോട് കളി വേണ്ട. 54 ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസവിച്ച അമ്മമാരാണ്, ഞങ്ങൾ പ്രസവവേദന അനുഭവിച്ച അമ്മമാരാണ്, മക്കളെ വളർത്തുന്ന അമ്മമാരാണ്. ഈ വേദനയൊന്നും ഞങ്ങൾക്കൊരു വേദനയല്ല. രാപകലില്ലാതെ ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ പ്രകാശം ഇന്നാദ്യമായിട്ടൊന്നുമല്ല ഞങ്ങൾ കാണുന്നത്. എന്തിനാണോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ കാര്യം നേടി തന്നെ ഞങ്ങൾ ഇവിടെ പോകൂ. ഞങ്ങൾക്ക് പിന്നോട്ടൊരു നോട്ടമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെയാണ്. CIT യൂണിയൻ അല്ല, ഇനി ഏത് യൂണിയന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട കേരള സർക്കാർ, ആ ജനാധിപത്യ ഗവൺമെന്റ്, തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഗവൺമെന്റ്, തൊഴിലാളി സർക്കാരിനെ സ്നേഹിക്കുന്ന ഗവൺമെന്റ്, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഗവൺമെന്റ്, അവരുടെ പക്കൽ നിന്നും ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ടേ. എന്റെ അനിയത്തിമാർ ഇവിടെ വന്ന് ചോദിക്കുണ്ടായി, എന്റെ അനിയത്തിമാരുടെ കുറെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഇല്ല മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ എന്തിനാണോ വന്നിരിക്കുന്നത് നമ്മുടെ ന്യായമായ അവകാശമാണ്, നമ്മുടെ ന്യായമായ ചോദ്യമാണ്, ന്യായമായിട്ടുള്ള വേതനമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ പണമുണ്ട്, ഇവർ ദാരിദ്ര്യവാസികളല്ല. കേരളം സംസ്കാര സമ്പന്നതയോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രതയും ഉള്ളതാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഈ 232 രൂപയിൽ നിന്നും ഒരല്പം മാറ്റി ചിന്തിക്കാൻ ഗവൺമെന്റിന് സാധിക്കാത്തത് ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ മാത്രമാണ്. അല്ലാതെ ഇവിടെ പണമുണ്ട്, കെട്ടുകണക്കെ പണമുണ്ട്, ഈ സെക്രട്ടേറിയറ്റിൽ പണമുണ്ട്. ഇവർ പട്ടിണിക്കാരല്ല. നമുക്ക് തരാൻ വേണ്ടി മാത്രം, അത് കുറവായതുകൊണ്ടാ. അത് വെറും 235 രൂപ തരാനാണ് അവർക്ക് നാണക്കേടാ. അതുകൊണ്ടാണ്, അല്ലാതെ ഇവിടെ പണമില്ല എന്നുള്ളൊരു പേര് ഇനി ഇവിടെ കേരളത്തിൽ പറയാൻ പാടില്ല. സമ്പന്നതയുടെ മടിത്തട്ടിലാണ് കേരളം. കേരള സർക്കാരിന് അതിഭദ്രമായ ചില്ലുവട്ടാരം നിറയെ പണമാണ്.
ഞങ്ങൾക്ക് തരാൻ മാത്രമാണ് ഇവിടെ പണമില്ലാത്തത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. അങ്ങേക്ക് 54 ദിവസം പോരെ? ഇനിയും ഒരു കമ്മീഷനെ വെക്കണോ? ഈ 7000 വരെ എത്തിച്ചത് ഏത് കമ്മീഷനെ വെച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾക്കായിട്ട് വേതനം പടിപടിയായി കൂട്ടിത്തന്നത്? ഇനിയും ഞങ്ങൾക്കൊരു കമ്മീഷൻ വെക്കണം, ഇനിയും ഞങ്ങൾക്കൊരു കമ്മിറ്റി കൂടണം. എത്ര ദിവസമായി ഞങ്ങൾക്ക് ഇവിടെ കമ്മിറ്റി കൂടാൻ സമയമില്ലായിരുന്നോ? ഈ 53 ദിവസം പിന്നിട്ടപ്പോഴാണോ നിങ്ങൾക്ക് ഈ കമ്മിറ്റി കൂടണമെന്ന ബോധോദയം ഉണ്ടായത്? അപ്പോൾ ഈ പടിപടിയായി ഘട്ടം ഘട്ടമായി ഈ കേരള സർക്കാർ ഞങ്ങൾക്കായി 7000 രൂപ പലപടിയായി കാലോചിതമായി ഉയർത്തിത്തന്നത് ഒരു കമ്മിറ്റിയും കൂടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ അപ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ ആർജവത്തോടു കൂടി നിൽക്കാമായിരുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. പക്ഷേ യൂണിയന്റെ വാക്കിന് മുതലേൽക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ ദൃശ്യമായത്. ആരോഗ്യമന്ത്രി യൂണിയൻ നേതാക്കന്മാരുടെ വാക്കുകൾക്കാണ് വില കൽപ്പിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 15 ദിവസമായി, ഇന്ന് 16 കഴിഞ്ഞ 15 ദിവസമായി താഴെ സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരാളെ പോലും ഒന്ന് എത്തി നോക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർദ്ദേശിക്കുകയോ ഇവിടെ വരികയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ വന്നു രാവിലെ ജനറൽ ഹോസ്പിറ്റലിലെ ആംബുലൻസും അതിനു വേണ്ടുന്ന പരിവാരങ്ങളും. അതുപോലെ തന്നെ സഡൻ ആക്ഷൻ എടുക്കാൻ തീർച്ചയായും ആരോഗ്യമന്ത്രിക്ക് കഴിയും. വെറുതെ പറയുന്നതാണ് ആരോഗ്യമന്ത്രിക്ക് പറ്റത്തില്ലെന്ന്. കാരണം ഇത് ജനാധിപത്യ സർക്കാരാണ്. നിങ്ങൾ അവസാനം ഞങ്ങൾ ചോദിച്ചു, ബാക്കി നിങ്ങൾ പടിപടിയായി ഉയർത്തിക്കൊള്ളൂ. ഒരു അറ്റ്ലീസ്റ്റ് 3000 രൂപ എങ്കിലും ആദ്യഘട്ടം എന്ന വണ്ണം തന്നൂടെ? അതിന് പോലും വഴങ്ങാൻ സമ്മതിക്കാതിരുന്നത് ഇവിടത്തെ യൂണിയൻ നേതാക്കന്മാരാണെന്ന് നിങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കണം. വരും, ഇവിടെ വരും. നമ്മുടെ വീടുകളിൽ ഓരോന്നോരോന്നായി അവർ കയറി ഇറങ്ങും. ഈ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കരുത്.